ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ലക്നൌ സൂപ്പർ ജയൻസ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. ഇന്ത്യൻ ക്രിക്കറ്റിന് ആശ്വാസവും സങ്കടവും ഒരുപോലെ നൽകിയ മത്സരം. രോഹിത് ശർമ്മ ഫോമിലേക്ക് ഉയർന്നു. 2020 ലോകകപ്പിൽ നീലപ്പടയെ നയിക്കാൻ ഹിറ്റ്മാൻ തയ്യാറാണ്. ക്രിക്കറ്റിന്റെ ചെറുരൂപത്തിൽ അയാൾ ഇനിയും കളം നിറയും. പക്ഷേ ഇന്നലത്തെ രാത്രിയിൽ മറ്റൊന്നുകൂടെ സംഭവിച്ചു. IPL സീസണിൽ മുംബൈ ഇന്ത്യൻസ് വാങ്കഡയിലെ മത്സരങ്ങൾ പൂർത്തിയാക്കി. രോഹിത്തിനൊപ്പം നമൻദിറും നന്നായി കളിച്ചു. പക്ഷേ അവസാന അങ്കത്തിലും ജയത്തിലേക്കെത്താൻ മുംബൈക്ക് കഴിഞ്ഞില്ല. ഇത് മറ്റൊരു യുഗത്തിന്റെ അവസാനം കൂടിയായി. വാങ്കഡയിൽ വർണ്ണവിസ്മയമൊരുക്കാൻ മുംബൈ ഇന്ത്യൻസിൽ ഇനി ഹിറ്റ്മാൻ ഉണ്ടാകും. 13 വർഷങ്ങൾക്ക് മുമ്പാണ് അയാൾ അവിടേക്കെത്തിയത്. ഡെക്കാൻ ചാർജേഴ്സിന്റെ പടിയിറങ്ങി രോഹിത് മുംബൈയുടെ പടി കയറി. ഇതിഹാസങ്ങൾ നിറഞ്ഞു നിന്ന സംഘം. സച്ചിൻ തെണ്ടുൽക്കറും ഹർഭജൻ സിംഗും റിക്കി പോണ്ടിങ്ങുമുള്ള വീട്. അവിടെ എത്തിയ രോഹിത് ആദ്യം ടീമിലെ ശക്തമായ സാന്നിധ്യമായി. പിന്നെ ദൈവത്തിന്റെ പോരാളികളുടെ നായകസ്ഥാനം ഏറ്റെടുത്തു. കനക കിരീടങ്ങൾ മുംബൈയിലേക്കെത്തി. 5 തവണ IPL ചാമ്പ്യന്മാർ, 1 തവണ ചാമ്പ്യൻസ് ലീഗ് 2020യും സ്വന്തമാക്കി. ഒരിക്കലും മറ്റൊരു ടീമിനെ കുറിച്ച് അയാൾ ചിന്തിച്ചു പോലുമില്ല. എന്നാൽ ഇത്തവണ കാര്യങ്ങൾ മാറിമറിഞ്ഞു. ആദ്യം രോഹിത്തിന് നായകസ്ഥാനം നഷ്ടമായി. എന്തുകൊണ്ട് ഒഴിവാക്കി എന്നതിൽ മറുപടിയില്ല. അടുത്ത വർഷം മെഗാലേലം. രോഹിത് മുംബൈ വിടുമെന്ന് ക്രിക്കറ്റ് ലോകം ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനി എങ്ങോട്ടെന്നറിയില്ല. അവസാനമായി ഒരു വാക്ക്. ഇന്ത്യൻ ക്രിക്കറ്റ് കാത്തിരിക്കുന്നു. പ്രിയ ഹിറ്റ്മാൻ, നമുക്ക് വീണ്ടും കാണാം.